അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5 ഞായറാഴ്ച. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കിയ PSCയിലെ നിയമന തട്ടിപ്പുകളും പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമക്കേടുകളും വിജിലൻസ് അന്വേഷിക്കും. 2 പരാതികളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം സർക്കാരിന്റെ അനുമതി തേടി. നിയമോപദേശത്തിനു ശേഷം മന്ത്രിസഭ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പുരോഗതിയും അതുമൂലം സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ചർച്ച ചെയ്യാൻ ഈ മാസം 13-ന് സ്വകാര്യ ബസ് ഉടമകളുമായി സർക്കാർ പ്രത്യേക ചർച്ച നടത്തും. ബഹിരാകാശ പരീക്ഷണങ്ങൾ കുറഞ്ഞ ചെലവിൽ നടത്തുന്നതിനായി ISRO പുതിയ ചെറു വിക്ഷേപണ വാഹനം വികസിപ്പിച്ചു. സോൾവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോക്കറ്റിന്റെ ആദ്യ ഭൂതല പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഗഗൻയാന്റെ പാരച്യൂട്ട് പരീക്ഷണങ്ങൾ അടക്കമുള്ള വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കായാണ് ഈ ചെറു റോക്കറ്റ് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. 3,59,890 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. 81,375 സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ പനി അടക്കമുള്ള ജനറൽ മെഡിസിൻ രോഗികളെ 500 കിടക്കകളുള്ള പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ആരോഗ്യം ദേവസ്വം മന്ത്രി K മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതന് വധശ്രമ കേസിൽ ജാമ്യമില്ല. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യമില്ല. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 2 ജാമ്യഹർജി തള്ളിയത്. കോഴിക്കോട് കടത്തനാട് ലേബർ സൊസൈറ്റി തട്ടിപ്പിൽ മുൻ DCC സെക്രട്ടറി സുധീർ കുമാർ അറസ്റ്റിൽ. മെയ് 29-ന് സുധീർ കുമാറിന്റെ വീടിന്റെ മുന്നിലെത്തി നിക്ഷേപകനായ ഇബ്രാഹിം ഹാജി തീ കൊളുത്തി ജീവനൊടുക്കിയിരുന്നു. 2 വർഷത്തിനിടെ 2,01,60,000 രൂപയുടെ തട്ടിപ്പ് നടന്നെന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാനാകാതെ അൻസിബ ഹസൻ മടങ്ങി. പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് വൈകിട്ട് കടവന്ത്ര സ്റ്റേഷനിലെത്തിയ അൻസിബ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ട് മൊഴി രേഖപ്പെടുത്തിയില്ല. മൊഴിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ ഇല്ലാത്തതാണ് കാരണമെന്നാണ് പോലീസ് നൽകിയ മറുപടി. തന്നെ അഴിമതിക്കാരനാക്കാൻ ശ്രമമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. സർക്കാർ പ്രോസിക്യൂഷന് അനുമതി കൊടുത്തത് സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. MT വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യയെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ രചയിതാക്കൾക്ക് സമൻസ് അയക്കാൻ ഉത്തരവ്. MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകത്തിന്റെ രചയിതാക്കളായ ദീദി ദാമോദരൻ, എച്ചുമുക്കുട്ടി എന്നിവർക്കും പ്രസാധകനായ AV ശ്രീകുമാറിനും സമൻസ് അയക്കാനാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. വീട്ടിൽ നട്ടുവളർത്തിയ ചന്ദനമരത്തിന്റെ പണം 1 വർഷമായിട്ടും ലഭിച്ചില്ലെന്ന കർഷകൻ അട്ടപ്പാടി സ്വദേശി ബെന്നി ലൂക്കയുടെ പരാതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഒമ്മല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VA സതീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലെത്തി കർഷകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് വാർത്തയായതോടെയാണ് വനംവകുപ്പ് നടപടിയെടുത്തത്. ചന്ദനമരം വീണാൽ ഏറ്റെടുക്കുന്ന വനംവകുപ്പ് 50% തുക മുൻകൂറായി നൽകണമെന്നാണ് ചട്ടം. കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ റാഗിംഗ് വിരുദ്ധ നടപടിയുമായി വൈസ് ചാൻസലർ. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ P അഭിജിത്ത്, ശ്രീഹരി, അബനീഷ് ചക്രവർത്തി, അർജുൻ എന്നിവരെയാണ് 10 ദിവസത്തേക്ക് സർവകലാശാലയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്.
യുവാവിനെ അന്യായമായി തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത കേസിൽ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. തിരുവനന്തപുരം സ്വദേശിയായ വിനുകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വെസ്റ്റ് കൊരട്ടി കണ്ടൻകാവിൽ വീട്ടിൽ ഉദയകുമാറിന്റെ മകൻ സിദ്ധാർത്ഥ് നൽകിയ പരാതിയിലാണ് നടപടി. കോട്ടയം മെഡിക്കൽ കോളേജ് യൂണിയൻ പിടിച്ച് KSU. ചെയർമാൻ, ജനറൽ സെക്രട്ടറി അടക്കം പ്രധാന സീറ്റുകളാണ് KSU നേടിയത്. കോട്ടയം ഫാർമസി കോളേജ് യൂണിയനും KSU നേടി. സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് വാട്സാപ്പ് വഴി പുതിയ സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. വിശ്വസ്തരുടെ വാട്സാപ്പ് അക്കൌണ്ടുകളിൽ നിന്ന് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ വരുന്ന ഫയലുകൾ തുറക്കുന്നതിലൂടെ കമ്പ്യൂട്ടറിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈക്കലാക്കുകയും പണം തട്ടുകയും ചെയ്യുന്നു. പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് താൽക്കാലികമായി വിട്ടയച്ചു. മൊഴിയും സാഹചര്യങ്ങളും പൊരുത്തപ്പെടുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് കീഴിലെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന 47 ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഫണ്ടമെന്റൽ റൂൾ പ്രകാരമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് അഡ്മിനിസ്ട്രേഷന്റെ ഈ അടിയന്തര നടപടി. വിവിധ ദ്വീപുകളിലെ 37 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, 6 അപ്പർ ഡിവിഷൻ ക്ലർക്ക്, 3 ലോവർ ഡിവിഷൻ ക്ലർക്ക്, 1 സ്റ്റെനോഗ്രാഫർ എന്നിവരുൾപ്പെടെയുള്ള ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഈ വർഷത്തെ രണ്ടാമത്തെ കൂട്ട പിരിച്ചുവിടലാണിത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഇന്ത്യ വിജയകരമായി നേരിട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ ബലോത്രയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെ കരുത്തിലാണ് രാജ്യത്ത് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനായത്. പ്രതിസന്ധി കാലത്ത് അഭ്യൂഹങ്ങൾ പരത്തി രാഷ്ട്രീയം കളിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും മോദി പറഞ്ഞു. ജൂലൈ 8-ന് ഓസ്ട്രേലിയൻ സന്ദർശനം നടത്താനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കു നേരെ വധഭീഷണി സന്ദേശം. ഓൺലൈൻ വഴിയാണ് വധഭീഷണി വന്നതെന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജമ്മുകാശ്മീരിലെ സർക്കാർ സ്കൂൾ ലൈബ്രറികളിൽ നൽകുന്ന പുസ്തകത്തിൽ ഭീകരവാദികളെയും വിഘടനവാദി നേതാക്കളെയും മഹത്വവൽക്കരിക്കുന്നതായി പരാതി. ഇതേ തുടർന്ന് പുസ്തകം നിരോധിക്കണമെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യവുമായി BJP രംഗത്തെത്തി. പേഴ്സണാലിറ്റീസ് ആൻഡ് ലെജൻഡ്സ് ഓഫ് J&K എന്ന പുസ്തകമാണ് ഇപ്പോൾ വിവാദത്തിലായത്. JKLF ഭീകരനായ മഖ്ബൂൽ ഭട്ടിനെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നാണ് ആരോപണം. ഭോപ്പാലിലെ പ്രമുഖ സാങ്കേതിക സർവകലാശാലയായ രാജീവ് ഗാന്ധി പ്രൌദ്യോഗികി വിശ്വവിദ്യാലയത്തിൽ പരീക്ഷയ്ക്ക് തൊട്ടുമുൻപ് ചോദ്യപേപ്പർ മോഷണം പോയി. സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ബയോടെക്നോളജി വിഭാഗത്തിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ 4ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ പരീക്ഷ അവസാന നിമിഷം റദ്ദാക്കി. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ R. രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് നിഷേധിച്ചുവെന്ന ദ ടെലഗ്രാഫ് മുൻ എഡിറ്റർ R. രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ വിവാദമായിരുന്നു. രാജ്യത്തെ ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാനേജ്മെന്റ് ട്രെയിനി, പ്രൊബേഷണറി ഓഫീസർ തസ്തികകളിലേക്ക് IBPS അപേക്ഷ ക്ഷണിച്ചു. 6715 ഒഴിവുകളുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 21. ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഡീസലിൽ 15% വരെ ഐസോബ്യൂട്ടനോൾ ചേർക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. എഥനോൾ നേരിട്ട് ഡീസലിൽ ചേർക്കാൻ സാധിക്കില്ലെന്ന സാങ്കേതിക തടസ്സം ഉള്ളതിനാലാണ് എഥനോളിൽ നിന്നും ഐസോബ്യൂട്ടനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. OTT കണ്ടന്റുകളുടെ അമിതമായ പ്രചാരണത്തിനെതിരെ ടെലിഗ്രാമിന് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാർ. അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് CBSE സ്കൂളുകൾ തുടങ്ങുന്നതിനുള്ള നിബന്ധനകളിൽ ഇളവുകൾ വരുത്താനൊരുങ്ങി CBSE. സ്വകാര്യ കമ്പനികൾക്ക് നേരിട്ട് സ്കൂളുകൾ നടത്താനുള്ള നിയന്ത്രണം പിൻവലിച്ചേക്കും. തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ സംസ്ഥാന അധ്യക്ഷ ചന്ദ്രിമ ഭട്ടാചാര്യ രാജിവെച്ച് വിമതർക്കൊപ്പം ചേർന്നു. മമതയുടെ അടുത്ത അനുയായിയും മുൻ മന്ത്രിയുമാണ് ചന്ദ്രിമ ഭട്ടാചാര്യ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല മോസ്കിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരം. ജനങ്ങൾ സ്വമേധയാ എത്തിയതല്ല, ഭരണകൂടത്തിന്റെ സമ്മർദ്ദം മൂലം എത്തിച്ചതാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്.
സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഖമേനിക്കെതിരെ മാസങ്ങൾക്ക് മുൻപ് വൻ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് വൻ വിവാദ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നതരും ഒത്തുകൂടിയതിനെ പരാമർശിച്ചാണ് വിവാദ പരാമർശം. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട്, നമുക്ക് അവരെയെല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയും എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കൂടുതൽ സങ്കീർണമാകുന്നു. ഒമാൻ തീരത്തുനിന്നും 8ഓളം കപ്പലുകൾ യു-ടേൺ എടുത്തു മടങ്ങി. ഈ ജലപാതയിൽ അധികാരം ഉറപ്പിക്കാൻ ഇറാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. ഒമാൻ തീരത്തെ പാത ഉപേക്ഷിച്ച ചില കപ്പലുകൾ ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള നിയമാനുസൃത പാതയിലേക്ക് വഴിമാറിയാണ് യാത്ര തുടർന്നത്. മാലിയിലെ 2 പ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് വിമത സഖ്യം ആക്രമണം നടത്തി. വടക്കൻ നഗരമായ ഗാവോ, മധ്യമാലിയിലെ ബൌൾകേസി എന്നിവിടങ്ങളിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. നഗരത്തിൽ മാലി സൈനികർക്കൊപ്പം റഷ്യൻ അർദ്ധസൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കയുമായി സമാധാന ചർച്ചകൾ നടത്തുന്ന ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ ഇസ്രായേൽ വധിക്കാൻ പദ്ധതിയിടുന്നതായി അമേരിക്ക ഇറാന് രഹസ്യ മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ട്. ഈ വർഷം നടന്ന ചർച്ചകൾക്കിടയിലാണ് ഇടനിലക്കാർ വഴി അമേരിക്ക ഈ വിവരം ഇറാനെ അറിയിച്ചത്. ചൈനീസ് കോടീശ്വരൻ ഗുവോ വെങ്ഗുയിക്ക് ക്രിപ്റ്റോ നിക്ഷേപ തട്ടിപ്പ് കേസിൽ 30 വർഷം കഠിന തടവ്. $100 കോടി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയാണ് വിധി പറഞ്ഞത്. വാഷിംഗ്ടണിലെ പ്രശസ്തമായ ലിങ്കൻ മെമ്മോറിയലിന് മുന്നിലുള്ള റിഫ്ലക്റ്റിംഗ് പൂൾ നശിപ്പിച്ചെന്ന ആരോപണത്തിൽ മുൻ ഒളിമ്പ്യൻ ഡേവിഡ് ഹേണിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. വാഷിംഗ്ടൺ DC സുപ്പീരിയർ കോടതിയിലാണ് കുറ്റപത്രം ഫയൽ ചെയ്തത്. $1000 മൂല്യമുള്ള പൊതുമുതൽ നശിപ്പിച്ചു എന്ന ഗുരുതരമായ കുറ്റമാണ് ചുമത്തിയത്. ഇന്ത്യയെ തകർത്ത് 2ാം T20യിൽ ഇംഗ്ലണ്ടിന് ജയം. 191 റൺസിന്റെ വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന് ജേക്കബ് ബത്തലിന്റെ മിന്നും പ്രകടനമാണ് തുണയായത്. 46 ബോളിൽ 76 റൺസാണ് ജേക്കബ് ബത്തൽ നേടിയത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 190 റൺസ് നേടിയത്. 49 റൺസ് നേടിയ ഇഷാൻ കിഷനും 43 റൺസ് നേടിയ അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ നൽകിയത്. വൈഭവ് സൂര്യവംശിക്ക് 10 ബോളുകളിൽ 2 സിക്സറുകൾ അടക്കം 14 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ആതിഥേയരായ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് മൊറോക്കോ ക്വാർട്ടർ ഫൈനലിലേക്ക്. ഔനാഹിക്ക് ഇരട്ട ഗോൾ. 50-ാം മിനിറ്റിലും 82-ാം മിനിറ്റിലുമാണ് ഔനാഹി പന്ത് വലയിലെത്തിച്ചപ്പോൾ കളി അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ സോഫിയാൻ റഹിമി മൊറോക്കോയുടെ ഗോൾ നില മുന്നിലെത്തിച്ചു. എതിരില്ലാത്ത 1 ഗോളിന് പ്രീ ക്വാർട്ടറിൽ പരാഗ്വായെ കീഴടക്കി ഫ്രാൻസ് ക്വാർട്ടറിൽ. 70-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയ്ക്ക് ലഭിച്ച പെനാൽറ്റിയിലൂടെയാണ് ഫ്രഞ്ച് പട പരാഗ്വയെ തോൽപ്പിച്ചത്. ഇതോടെ ഈ ലോകകപ്പിൽ 7 ഗോളുകൾ നേടിയ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിക്കൊപ്പം എത്താനും സാധിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.